ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിലെ ഒരു 25 ചോദ്യങ്ങളൊന്ന് പരിശോധിക്കുകയാണ്. അതായത് നിങ്ങൾ ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഒരു മിനിറ്റ് അല്ലെങ്കിൽ 1 സെക്കൻഡ് 2 സെക്കൻഡ് ഒക്കെ സമയം ഞാൻ ഒന്നും ഉണ്ടാതിരിക്കും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ 25 ചോദ്യങ്ങളിലേക്കാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഇതിൽ പഞ്ചഗവ്യം ഏതാണ്? താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ പഞ്ചഗവ്യം ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ: ഗോമൂത്രം, ചാണകം, നെയ്, പാൽ, തൈര്. ബി പാല്, ഗോമൂത്രം, ചാണകം, നെയ്യ്, ഹവിസ്. ഓപ്ഷൻ സിയിൽ പറയുന്നത് ഗോമൂത്രം, ചാണകം, എള്ള്, പാല്, തൈര്. ഓപ്ഷൻ ഡി നെയ്, പാൽ, തൈര്, എള്ള്, ഹവിസ്റ്റ് അല്ല, ഹവിസ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് പഞ്ചഗവ്യം എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ഈ തന്നിരിക്കുന്നതിൽ പഞ്ചഗവ്യം ഏതാണ് എന്നാണ് ചോദ്യം. നിങ്ങൾ ഉത്തരം ഒന്ന് നിങ്ങളുടെ മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കുക. ഇവിടെ ഇതിന്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. അതായത് ഗോമൂത്രം, ചാണകം, നെയ്, പാൽ, തൈര് എന്നിവയാണ് പഞ്ചഗവ്യം എന്നതിൽ വരുന്നത്. ഗോമൂത്രം, ചാണകം, നെയ്, പാല്, തൈര്. ഓക്കെ, ഓർത്ത് വെച്ചേക്കുക. രണ്ടാമത്തെ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഏതാണ് പഞ്ചാക്ഷരം? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് പഞ്ചാക്ഷരം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഓം നമ ശിവായ. ഓപ്ഷൻ ബി ഗം ഗണപതേ നമ. ഓപ്ഷൻ സി ഓം നമോ നാരായണായ. ഓപ്ഷൻ ഡി ഓം ഐം ക്ലീം സൗ ഹ്രീം എന്നതാണ്. ഇതിലേതാണ് പഞ്ചാക്ഷരം എന്നാണ് ചോദ്യം. ഏതാണ്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. ഏതാണ് പഞ്ചാക്ഷരം? ഇതും ഓപ്ഷൻ എ ആണ് പഞ്ചാക്ഷരം. ഓം നമ ശിവായ എന്നതാണ് പഞ്ചാക്ഷരമായിട്ട് വരുന്നത്. ഓം നമ ശിവായ എന്നതാണ് പഞ്ചാക്ഷരമായിട്ട് വരുന്നത്. അപ്പൊ 2 ചോദ്യം നമ്മൾ നോക്കി. അടുത്ത ഒരു ചോദ്യം ഇങ്ങനെയാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഷഷ്ടിവ്രതം നോൽക്കുന്നത് ഏത് ദേവനെ പ്രതിനിധാനം ചെയ്തിട്ടാണ്? ഷഷ്ടിവ്രതം നോൽക്കുന്നത് ഏത് ദേവനെ പ്രതിനിധാനം ചെയ്തിട്ടാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ശിവൻ, ബി വിഷ്ണു, സി ശാസ്താവ്, ഡി സുബ്രഹ്മണ്യൻ. ഇത് മൂന്നാമത്തെയാണ്. ശിവൻ, വിഷ്ണു, ശാസ്താവ്, സുബ്രഹ്മണ്യൻ. ഇതിലേതാണ്? അതായത് ഷഷ്ടിവ്രതം നോൽക്കുന്നത് ഏത് ദേവനെ പ്രതിനിധാനം ചെയ്തിട്ടാണ്? മൂന്നാമത്തെ ചോദ്യത്തിൽ ഉത്തരം നിങ്ങൾ കണ്ടെത്തുക. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സുബ്രഹ്മണ്യനാണ് എന്ന് മനസ്സിലാക്കുക. ഓപ്ഷൻ ഡി സുബ്രഹ്മണ്യൻ. നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നാലാമത്തത് തൃശൂർ പൂരം ഏത് മാസത്തിലാണ്? തൃശൂർ പൂരം നടക്കുന്നത് ഏത് മാസത്തിലാണ്? മകരം, കുംഭം, മേടം, മീനം. മകരം, കുംഭം, മേടം, മീനം. തൃശൂർ പൂരം ഏത് മാസത്തിലാണ്? നിങ്ങൾ പറ. ഓക്കെ, തൃശൂർ പൂരം മേടമാസത്തിലാണ്. ഓപ്ഷൻ സി മേടമാസത്തിലാണ് തൃശൂർ പൂരം നടക്കുന്നത്. മേടമാസത്തിലാണ് തൃശൂർ പൂരം. അപ്പൊ തൃശൂർ പൂരം ഏത് മാസമാണെന്ന് ചോദിച്ചാൽ മലയാള മാസമായ മേടമാസത്തിലാണ് തൃശൂർ പൂരം നടത്തുന്നത്. മറ്റൊന്ന്, മണ്ണാറശാല ക്ഷേത്രത്തിൽ ഉരുളി കമിഴ്ത്തൽ വഴിപാട് നടത്തുന്നതിനാണ്. മണ്ണാറശാല ക്ഷേത്രത്തിൽ ഉരുളി കമിഴ്ത്തൽ വഴിപാട് നടത്തുന്നത് 1 ഹൃദ്രോഗ ശമനത്തിന്, 2 സന്താനലബ്ധിക്ക്, 3 ഉദരരോഗ ശമനത്തിന്, 4 വാതരോഗ ശമനത്തിന്. എന്തിനാണ് മണ്ണാറശാല ക്ഷേത്രത്തിൽ ഉരുളി കമിഴ്ത്തൽ വഴിപാട് നടത്തുന്നത് എന്നാണ് ചോദ്യം. അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സന്താനലബ്ധിക്ക് വേണ്ടിയാണ്. സന്താനലബ്ധിക്ക് വേണ്ടിയാണ് മണ്ണാറശാല ക്ഷേത്രത്തിൽ ഉരുളി കമിഴ്ത്തൽ വഴിപാട് നടത്തുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കൃത്യമായി പഠിച്ചു വെക്കുക ഇതൊക്കെ. മറ്റൊന്ന്, കുചേല ദിനം അതായത് അവിൽ ദിനം എന്നറിയപ്പെടും. കുചേല ദിനം ഏതു മാസത്തിലെ 30 ബുധനാഴ്ച ആചരിക്കുന്നു? 30 ആദ്യത്തെ ആണ്. 30 എന്ന് പറഞ്ഞാൽ ആദ്യത്തെയാണ്. 30 ബുധനാഴ്ച ആചരിക്കുന്നു. അപ്പോൾ കുചേല ദിനം ഏതു മാസത്തിലെ 30 ബുധനാഴ്ച ആചരിക്കുന്നു എന്നാണ്. ധനു, മകരം, കുംഭം, മീനം. ധനു, മകരം, കുംഭം, മീനം. ഏതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ധനു ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ധനു ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കുക. അടുത്ത 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന് കീഴിലാണ്? ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന് കീഴിലാണ്? കൊച്ചി, മലബാർ, തിരുവിതാംകൂർ, കൂടൽമാണിക്യം. ഇതിൽ ഏത് ദേവസ്വം ബോർഡിന് കീഴിലാണെന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം.
ഉത്തരം ഓപ്ഷൻ സി ആണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വരുന്നത്. എട്ടാമത്തെ ചോദ്യം എങ്ങനെയാണ്? താഴെ പറയുന്ന ക്ഷേത്രങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രം അല്ലാത്തത്, താഴെ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രം അല്ലാത്തത് ഏതാണ്? മലയാളപ്പുഴ ദേവീക്ഷേത്രം, ചോറ്റാനിക്കര ദേവീക്ഷേത്രം, ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രം, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. ഈ പറയുന്നവയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രം അല്ലാത്തത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓപ്ഷൻ ബി ആണ്. ചോറ്റാനിക്കര ദേവീക്ഷേത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരാത്തത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം വരുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ 9ാമത്തെ ചോദ്യത്തിലേക്കാണ്. രാത്രി പൂരം നക്ഷത്രമുള്ള ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല. രാത്രി പൂരം നക്ഷത്രമുള്ള ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല. അത് ഏത് മാസത്തിലെന്നാണ്? മകരം, കുംഭം, മീനം, മേടം. ഇതിന്റെ ഉത്തരം ആറ്റുകാൽ പൊങ്കാല ഏത് മാസത്തിലാണ്? മകരത്തിലാണോ, കുംഭത്തിലാണോ, മീനത്തിലാണോ, മേടത്തിലാണോ എന്ന് നോക്കുക. ഉത്തരം ഓപ്ഷൻ ബി കുംഭമാസത്തിലാണ്. ഓപ്ഷൻ ബി കുംഭത്തിലാണ് ആറ്റുകാൽ പൊങ്കാല. അടുത്ത ചോദ്യം എങ്ങനെയാണ്? കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവം ഏതു മാസത്തിലെ ചോതി നക്ഷത്രത്തിൽ തുടങ്ങി അടുത്ത മാസത്തിലെ ചോതി നക്ഷത്രത്തിൽ അവസാനിക്കുന്നു? കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവം ഏതു മാസത്തിലെ ചോതി നക്ഷത്രത്തിൽ തുടങ്ങി അടുത്ത മാസത്തിലെ ചോതി നക്ഷത്രത്തിൽ അവസാനിക്കുന്നു എന്നാണ്? മീനം മേടം, മേടം ഇടവം, ഇടവം മിഥുനം, മിഥുനം കർക്കടകം. ഏതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്? മീനം മുതൽ മേടം വരെ, മേടം മുതൽ ഇടവം വരെ, ഇടവം മിഥുനം, മിഥുനം കർക്കടകം. ഏതാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ഇടവം മുതൽ മിഥുനം വരെയാണ്. ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചോതി വരെ. ഇതാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവം. ഓക്കെ, ഇപ്പോൾ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വൈശാഖ മഹോത്സവം നടക്കുന്ന കാലമാണ് എന്ന് മനസ്സിലാക്കുക. 11ാമത്തെ ചോദ്യം, കാനനവാസിയായ അയ്യപ്പൻ പ്രതിഷ്ഠിക്കപ്പെട്ട അവസ്ഥ ഏതാണ്? കാനനവാസിയായ അയ്യപ്പൻ പ്രതിഷ്ഠിക്കപ്പെട്ട അവസ്ഥ യോദ്ധാവ്, ശാന്തസ്വരൂപൻ, നൈഷ്ഠിക ബ്രഹ്മചാരി, താപസൻ. ഏതാണ് ഉത്തരമെന്ന് നിങ്ങൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. ഓപ്ഷൻ സി നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടാണ് അയ്യപ്പൻ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, 12ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ചുറ്റമ്പലമില്ലാത്ത പരബ്രഹ്മ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചുറ്റമ്പലമില്ലാത്ത പരബ്രഹ്മ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഓച്ചിറ, അമ്പലപ്പുഴ, പാറമേക്കാവ്, പറശ്ശിനിക്കടവ്. എവിടെയാണ് എന്നാണ് ചോദ്യം. ചുറ്റമ്പലമില്ലാത്ത പരബ്രഹ്മ ക്ഷേത്രം. ഓപ്ഷൻ എ ആണ്. ഓച്ചിറയാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓച്ചിറയാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓച്ചിറയിലാണ് ചുറ്റമ്പലമില്ലാത്ത പരബ്രഹ്മ ക്ഷേത്രം. ഓക്കെ, മറ്റൊരു 13ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി തുള്ളൽ അവതരിപ്പിച്ച ക്ഷേത്രം ഏതാണ്? കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി തുള്ളൽ അവതരിപ്പിച്ച ക്ഷേത്രം ലക്കിടി, അമ്പലപ്പുഴ, മൂകാംബിക, ആറാട്ടുപുഴ. ലക്കിടി, അമ്പലപ്പുഴ, മൂകാംബിക, ആറാട്ടുപുഴ എന്നാണ് വരുന്നത്. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ് ആദ്യമായി കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ അവതരിപ്പിച്ചത്. അടുത്ത ചോദ്യം 14ാമത്തതാണ്. തിരുപ്പതിയിലെ പ്രധാന പ്രസാദം ഏതാണ്? തിരുപ്പതിയിലെ പ്രധാന പ്രസാദം നെയ്യ്, പഞ്ചാമൃതം, ലഡു, ഉണ്ണിയപ്പം. തിരുപ്പതിയിലെ പ്രധാനപ്പെട്ട പ്രസാദം എല്ലാവർക്കും ഉത്തരം അറിയാവുന്നതാണ്. ഓപ്ഷൻ സി ലഡു ആണ് തിരുപ്പതിയിലെ പ്രധാന പ്രസാദം എന്നും. തിരുപ്പതിയിലെ പ്രധാന പ്രസാദം ലഡു ആണ് എന്ന് മനസ്സിലാക്കുക. ലഡു. അതുപോലെ 15ാമത്തെ ചോദ്യം, നാൽപ്പാമരങ്ങളിൽ പെടാത്ത വൃക്ഷം ഏതാണ്? നാൽപ്പാമരങ്ങളിൽ പെടാത്ത വൃക്ഷം ഏതാണെന്നാണ്? എ അത്തി, ബി ഇത്തി, സി അരയാൽ, ഡി അകിൽ. അത്തി, ഇത്തി, അരയാൽ, അകിൽ. ഏതാണ് നാൽപ്പാമരങ്ങളിൽ പെടാത്ത വൃക്ഷം? ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി അകിലാണ് നാൽപ്പാമരങ്ങളിൽ പെടാത്ത വൃക്ഷം. അത്തിയും ഇത്തിയും അരയാലും നാൽപ്പാമരങ്ങളിൽ പെടുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അകിലാണ് നാൽപ്പാമരങ്ങളിൽ പെടാത്തത്. 16ാമത്തെ ചോദ്യം എങ്ങനെയാണ്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം ഏതാണ്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം കൊഴുക്കട്ട, പഞ്ചാമൃതം, പാൽപായസം, ഉണ്ണിയപ്പം. ഏതാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം? ഓപ്ഷൻ സി പാൽപായസമാണ് പ്രധാന പ്രസാദം എന്ന് പറയുന്നത്. പാൽപായസം. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാൽ അടുത്തത് 17ാമത്തെ ചോദ്യമാണ്. 17ാമത്തെ ചോദ്യം എങ്ങനെയാണ്? ത്രിമധുരത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ത്രിമധുരത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നെയ്യ്, കൽക്കണ്ടം, കദളിപ്പഴം, തേൻ.
ഇതിൽ ത്രിമധുരത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യമായിട്ട് വരുന്നത്. ഏതാണ്? ഇതിൽ നെയ്യാണ് ത്രിമധുരത്തിൽ ഉൾപ്പെടാത്തത്. കൽക്കണ്ടവും കദളിപ്പഴവും തേനും ത്രിമധുരത്തിൽ ഉൾപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കുക. നെയ്യാണ് ഉൾപ്പെടാത്തത്. അടുത്തത്, കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവി ആരാണ്? കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, തുഞ്ചത്തെഴുത്തച്ഛൻ, ചെറുശ്ശേരി നമ്പൂതിരി, രാമപുരത്തു വാര്യർ. ആരാണ് കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവി എന്നാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, തുഞ്ചത്തെഴുത്തച്ഛൻ. തുഞ്ചത്തെഴുത്തച്ഛനാണ് കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവി എന്ന് പറയുന്നത്. 18 ചോദ്യമായി 19ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 19ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപീകൃതമായതെന്നാണ്? കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് 1950 നവംബർ 1, 1952 ജൂലൈ 1, 1949 ജൂലൈ 1, 1956 നവംബർ 1. ഏതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപീകൃതമായത്? ഓപ്ഷൻ സി 1949 ജൂലൈ 1 ആണ്. 1949 ജൂലൈ 1 കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപം കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അടുത്ത 20ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ്: താഴെ പറയുന്നവയിൽ തൃപ്രയാർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വഴിപാട് ഏതാണ്? താഴെ പറയുന്നവയിൽ തൃപ്രയാർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വഴിപാട്: മീനൂട്ട്, കുത്തിയോട്ടം, ഗരുഡൻ തൂക്കം, ഉരുളി കമിഴ്ത്തൽ. മീനൂട്ട്, കുത്തിയോട്ടം, ഗരുഡൻ തൂക്കം, ഉരുളി കമിഴ്ത്തൽ. ഏതാണ്? ഓപ്ഷൻ എ മീനൂട്ടാണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. മീനൂട്ടാണ്. തൃപ്രയാർ ക്ഷേത്രത്തിന്റെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ നമുക്ക് വലിയൊരു പുഴയുണ്ട്, അതിലാണ് ഈ മീനൂട്ട് നടത്തുന്നത്. അടുത്ത 21ാമത്തെ ചോദ്യം: തൃപ്പടിദാനം നടത്തിയ മഹാരാജാവ് ആരാണ്? തൃപ്പടിദാനം നടത്തിയ മഹാരാജാവ് ആരാണ്? ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ, കാർത്തിക തിരുനാൾ രാമവർമ്മ, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ, ചിത്തിര തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആരാണ് തൃപ്പടിദാനം നടത്തിയതെന്നാണ് ഉത്തരം. ഓപ്ഷൻ സി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് തൃപ്പടിദാനം നടത്തിയ മഹാരാജാവ് എന്ന് പറയുന്നത്. 22ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ രംഗകലാരൂപം ഏതാണ്? ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ രംഗകലാരൂപം കഥകളി, കൃഷ്ണനാട്ടം, കൂടിയാട്ടം, ചാക്യാർ കൂത്ത്. ഇതിലേതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി കൂടിയാട്ടമാണ്. അതായത് ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ രംഗകലാരൂപമാണ് കൂടിയാട്ടം എന്ന് മനസ്സിലാക്കുക. ഏതാണ്? കൂടിയാട്ടം. 23ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്ന വർഷം ഏതാണ്? അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്ന വർഷം 1898, 1885, 1882, 1888. ഏതാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്ന വർഷം? ഓപ്ഷൻ ഡി ആണ്. 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്ന വർഷം എന്ന് പറയുന്നത്. 24ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ജ്ഞാനപ്പാന എഴുതിയതാരാണ്? ജ്ഞാനപ്പാന എഴുതിയതാരാണ്? വ്യാസൻ, ജയദേവൻ, പൂന്താനം, നാരായണ ഭട്ടതിരി. വ്യാസൻ, ജയദേവൻ, പൂന്താനം, അതുപോലെ നാരായണ ഭട്ടതിരി. ആരാണ് ജ്ഞാനപ്പാന എഴുതിയതെന്നാണ് ഉത്തരം. ഓപ്ഷൻ സി പൂന്താനമാണ്. പൂന്താനമാണ് ജ്ഞാനപ്പാന എഴുതിയിരിക്കുന്നത്. 25ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ 25 ചോദ്യങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ 25ാമത്തെ ചോദ്യത്തിലേക്കാണ്: ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം, പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം, മണ്ണാറശാല നാഗരാജ ക്ഷേത്രം, ആറ്റുകാൽ ദേവി ക്ഷേത്രം. ഇതിലേതാണ് ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്നത്? കമന്റ് ചെയ്യുക. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രമാണ്. പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രമാണ് ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്നത്. കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രമാണ് ദക്ഷിണ മൂകാംബിക എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പൊ 25 ചോദ്യങ്ങളാണ് നമ്മളിവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ 25ൽ എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നമ്മുടെ ടെലഗ്രാം ചാനൽ മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാകാൻ ഒന്ന് ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.